ചോദ്യങ്ങൾ നിജപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക്, ഒരുപക്ഷെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഇത്രയധികം ചർച്ച ചെയ്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എടുക്കുമ്പോൾ എത്ര സമയമെടുക്കുന്ന ഭീതിയാണ് എന്നെ അലട്ടുന്നത്. ഇനി അടുത്ത സെഗ്മെന്റ് നമ്മൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിലാണ് നടക്കുന്നത്. ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ്. മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് കടന്നു വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും തിരൂരിൻ്റെ നഗരസഭ, തിരൂരിൻ്റെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിയായിട്ടുള്ള ശ്രീമതി AP നസീമ. കഴിഞ്ഞ 5 വർഷ കാലയളവിനകത്ത് തിരൂരിലെ നഗരത്തിനകത്ത്, തിരൂർ നഗരസഭയ്ക്കകത്ത് ഏറ്റവും മികച്ച ഭരണമാണ് താങ്കൾ കാഴ്ചവെച്ചതെന്ന്, താങ്കളുടെ മുന്നണി കാഴ്ചവെച്ചതെന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? താങ്കളുടെ മുന്നണിയുടെ ഭരണ നേട്ടം, ഹൈലൈറ്റ് എന്താണ്? വളരെ 5 മിനിറ്റ് കൊണ്ട് വിശദീകരിക്കൂ. 100% ആ ആത്മാഭിമാനത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒന്നും പറയേണ്ട സുഹൃത്തെ, നമ്മളുടെ ഈ ഗ്രേസ് റെസിഡൻസിൻ്റെ പുറത്ത് കണ്ട് ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു അച്ചുട്ടി റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡ് കാണുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്ക് മുമ്പേ ആ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിനോട് കണക്ട് ചെയ്ത് പോകുന്ന TB റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. ഇപ്പോൾ ഡോക്ടർ ആലിക്കുട്ടി സ്മാരക റോഡ് എന്ന് പേര് മാറ്റിയിട്ട് ഞങ്ങളതിനെ വീതി കൂട്ടി നവീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ റോഡ് അത്രയും മനോഹരമായി വീതി കൂട്ടുമ്പോൾ നഗരസഭാ ഓഫീസിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഭീമാസ് ഒരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ നാട്ടിലുള്ള പൊതുജനം വിലയിരുത്തണം. ഒരു മിനിസ്റ്റർ സ്വന്തം സ്ഥലം വിട്ടുതരാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ വീതി കൂട്ടിയിട്ട് ആ റോഡ് ആ ഒരു ഭാഗം മാത്രം അത്രയും ഇടുങ്ങിയതാക്കി വെച്ച ഒരു സാഹചര്യം ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ മറ്റ് വികസന കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് 230 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് തിരൂർ നഗരസഭ മുന്നോട്ട് പോകുന്നത്. 100% ഞാൻ പറയട്ടെ, ഇവരെല്ലാവരും പറഞ്ഞിരുന്നു ശബരിനാഥും അനിലക്കരയെ പോലുള്ള ആളുകളൊക്കെ അപ്പുറത്ത് പോയിട്ട്, അതായത് MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു പ്രയാസം പറയേണ്ടിയിരുന്നു പ്രിയപ്പെട്ട സുഹൃത്ത്. വളരെ എന്താ പറയുക, സംസ്ഥാന പ്രവാസി ബോർഡിൻ്റെ ചെയർമാനായിട്ടും അതേപോലെ MLA സ്ഥാനത്ത് 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന പ്രിയപ്പെട്ട ഗഫൂർക്ക ഇപ്പം 34-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ വാർഡിൽ ആ വാർഡിൻ്റെ വടക്കേ അതിര് ഏതാണെന്ന് സാർക്കറിയോ? ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതാണ്. മാത്രമല്ല ആ വാർഡിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് താങ്കൾക്കറിയോ? ശരിക്കും പറഞ്ഞാൽ ഒരു വാർഡ് കൗൺസിലർ ആവാൻ പോകുന്ന ആൾ ഒരു വില്ലേജിൽ നിന്ന് മാറിയിട്ട്, അതായത് തിരൂർ വില്ലേജിൽ നിന്ന് മാറിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം തൃക്കണ്ടിയൂർ വില്ലേജിലേക്ക് പോവുകയാണ്. വികസന പ്രശ്നങ്ങൾ പെട്ടെന്ന് പറയും. അന്നാരയില് ഞാനൊരു ജനപ്രതിനിധിയായി നിലവിൽ ഞാൻ ഒരു ജനപ്രതിനിധിയായി വർക്ക് ചെയ്ത ആളാണ്. എന്നെ അന്നാരക്കാര് സ്വാഗതം ചെയ്തു. ഞാൻ വളരെ സന്തോഷത്തോടെ അന്നാരക്കാരത് സ്വാഗതം ചെയ്ത് പോസ്റ്റർ ഇറക്കിയത് നമ്മളൊക്കെ കണ്ടതാ. ഞാൻ അത് എന്റെ സാഹചര്യം കൊണ്ട് വേണ്ട, കാരണം എന്ത് വോയിസ് ആർക്കും, ഇത് ജനാധിപത്യ രാജ്യം, ആർക്കും എന്തും പറയാം. അതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥിന്റെ അല്ലല്ല, പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ കയറരുത്, സംയമനം പാലിക്കണം. അങ്ങനെയല്ലേ പറയട്ടെ, സംസാരിക്കാൻ. അല്ലല്ല അങ്ങനെയല്ല. അല്ല പിന്നെ അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു റോഡുണ്ടായിരുന്നു, കൈതവളപ്പ് റോഡ് എന്നാണ് പേര്. ആ റോഡിൻ്റെ വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ 5 വർഷക്കാലം ഏതാണ്ട് 80% ആളുകൾ അതിൻ്റെ കൺസെൻറ്റ് എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ ഇപ്പം മത്സരിക്കാൻ പോകുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗഫൂർക്ക എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന സ്ഥലത്തിന് ഒരു അടി പോലും, കാരണം അത് നമ്മളുടെ ടൗൺ പ്ലാൻ സ്കീമിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ മുന്നിലൂടെ പോകുന്ന ടൗൺ പ്ലാൻ സ്കീമിൽ ഉൾപ്പെട്ട സ്ഥലം വിട്ടു തന്നിട്ടായിരുന്നു അദ്ദേഹം മാതൃക കാണിച്ചത് വിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം മുഴുവൻ സ്ഥലവും ഒരടി പോലും വിട്ടു നൽകാതെ അത് വിൽപ്പനക്കിട്ട് ആ ഭാഗത്തുനിന്ന് ചമ്പ്രയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള വളരെ കടുത്ത രാഷ്ട്രീയം, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ ഒരു ജനപ്രതിനിധി ആവേണ്ടത് സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞ ഷിഹാബ് തറഞ്ഞ മലയാള സർവകലാശാല 2019 തറക്കല്ലിട്ട്
9 വർഷത്തോളം കാലമായിട്ട് ഇന്ന് വരെ അതിലേക്ക് ഒരു കൊട്ട മണ്ണിടാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മേഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരൂർ നഗരസഭയ്ക്കകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ പൊതുമരാമത്ത് മേഖലയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നാണ് ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് വിശദീകരിക്കൂ വികസന പ്രശ്നങ്ങളിലേക്ക്. ഒട്ടനവധി MK റോഡ് എന്ന് പറഞ്ഞ ഒരു ഇടുങ്ങിയ റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് വീതി കൂട്ടി നവീകരിച്ചത് ഞങ്ങളാണ്. TB റോഡ് വീതി കൂട്ടി നവീകരിച്ചത് ഞങ്ങളാണ്. അച്ചുട്ടി റോഡ് വീതി കൂട്ടി നവീകരിച്ചത് ഞങ്ങളാണ്. ഏതാണ്ട് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വരുന്ന പിഞ്ചോമന മക്കൾക്ക് അവരുടെ പ്രാഥമിക പാഠം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത അംഗനവാടികൾ ഏതാണ്ട് 9ഓളം പുതിയ കെട്ടിടങ്ങളും പുതിയ സ്ഥലം വാങ്ങിയിട്ടുള്ള അംഗനവാടികൾ നിർമ്മിച്ചു. ഞങ്ങൾ 3 ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഒരെണ്ണം മുത്തൂരിൽ സ്ഥാപിക്കാൻ വേണ്ടി അതിൻ്റെ 3/4 ഭാഗം പണിയും പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അതേപോലെ എല്ലാ മേഖലയിലും ഒരു ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി, അതുപോലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷനെ നേരിടാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി അഭിമാനകരമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ആരാണെങ്കിലും എഴുതി വെച്ചോളൂ, അടുത്ത ഡിസംബർ 13 ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ച കാണാം. സ്വാഭാവികമായിട്ട് ഒരു മോഡറേറ്ററുടെ സ്വാതന്ത്ര്യം എടുത്ത് ഒരു ചെറിയ ഇടപെടൽ കൂടി നടത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വളർന്നു വരുന്ന നഗരമാണ് തിരൂർ. തിരൂരിൻ്റെ ഏറ്റവും ചമ്മരവട്ടം പാത തുറന്നതോടുകൂടി വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് തിരൂർ. തിരൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള എന്ത് നടപടികളാണ് തിരൂർ നഗരസഭാ ഭരണാധികാരി നിലയ്ക്ക് താങ്കളുടെ മുന്നണി എടുത്തുള്ളത്? ഇത് മുന്നണി മാത്രമല്ല, നഗരസഭ ഭരിക്കുന്ന മുന്നണിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഫ്ലൈ ഓവർ വരണം, പൊന്മുണ്ടം ബൈപ്പാസിൻ്റെ പണി തുടങ്ങുന്നതോടുകൂടി കുറേ നിങ്ങൾ പറയുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി തൊട്ടടുത്ത് 2026 എന്ത് വരുന്നുണ്ട്? 26 ഒരു പുതിയ ഇലക്ഷൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിന് നല്ല സപ്പോർട്ട് വേണം. 10, 15, 20 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾ, ബഡ്ജറ്റുകൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന പദ്ധതിയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഗഡുവായിട്ട് അനുവദിക്കൽ 24 ലക്ഷം രൂപയാണ്. 10 കോടി പ്രോജക്റ്റ് വെച്ച ആൾക്ക് ഈ 14 കോടി, പിന്നെ 14 ലക്ഷം, 24 ലക്ഷം രൂപ CFC ടൈഡ് മറ്റ് ഗ്രാൻറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വളരെ വളരെ തുച്ഛം കാശ് അനുവദിക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു MLAക്ക് ഇത്ര അനുവദിച്ച് കൊടുക്കുന്ന ഫണ്ടിന് പരിധിയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാദേശികമായിട്ട് കിട്ടേണ്ട ഫണ്ടുകൾക്ക് പരിമിതി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഫ്ലൈ ഓവർ പോലുള്ള, പ്രത്യേകിച്ച് അത്രയും കൺജസ്റ്റഡ് ആണ് തിരൂർ ടൗൺ, എല്ലാ ആളുകളും വരുന്ന വലിയൊരു പട്ടണമാണ്. റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് ആവശ്യം കേരള സർക്കാരിൻ്റെ ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്തു തീർക്കാവുന്ന വലിയ വികസനങ്ങളല്ല തിരൂരിൽ ഒതുങ്ങുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ കൂടുതൽ പരിഗണന വേണമെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സെഗ്മെന്റ് വളരെ വാശിയോടുകൂടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നമ്മുടെ അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ്, അദ്ദേഹം നിലവിൽ കഴിഞ്ഞ 2 തവണയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് മത്സരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ചർച്ചകൾ വ്യക്തിപരമാകരുത്, എന്നാൽ ആശയപരമാകണം എന്നുള്ള ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ്, താങ്കളുടെ മുന്നണി കഴിഞ്ഞ ടേമിൽ ഈ തിരൂരിൽ ഭരിച്ചതാണ്. ഇതിനു മുമ്പും ഭരിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലയളവിൽ. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരരംഗത്താണ് താങ്കളുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 5 മിനിറ്റിനകത്ത്. 5 മിനിറ്റ് മതിയാവില്ല, പെട്ടെന്ന് നമുക്ക്. ഇത് എൻ്റെ കയ്യിലുള്ള പ്രകടന പത്രിക കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ UDF മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ അവരുടെ സംഘടന അവതരിപ്പിച്ച പ്രകടന പത്രികയാണ്. ഈ പ്രകടന പത്രികക്കകത്ത് ചെയർപേഴ്സൺ അറിയുമെന്ന് എനിക്കറിയില്ല, 119 ഇനങ്ങളുണ്ട്. ഇതിനകത്ത് 119 വാഗ്ദാനങ്ങൾ ജനങ്ങളോട് നൽകിയിട്ടുണ്ട്. ഈ 119 വാഗ്ദാനങ്ങളിൽ എത്ര എണ്ണം ഇവർ നടപ്പിലാക്കിയെന്ന് തിരൂരിലെ ജനതയോട് ഇവർ മറുപടി അറിയാം. പബ്ലിക്കായിട്ട് ഡിബേറ്റിന്, മറ്റൊരു ഡിബേറ്റിന് ഞാൻ ചെയർപേഴ്സണെ ക്ഷണിക്കുകയാണ്. എൻ്റെ മുന്നിലേക്ക് വരണം. ഈ 119 ഇനങ്ങളിൽ കേവലം 2 കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തത്. ബാക്കി 117 കാര്യങ്ങളും ചെയ്യാതെയാണ് മുനിസിപ്പാലിറ്റിയുടെ പടിയിറങ്ങിക്കൊണ്ട് ചെയർപേഴ്സൺ അവിടുന്ന് പിണ്ടം വെച്ചിട്ടുള്ളത്. പടിയിറക്കി പിണ്ടം വെക്കുന്ന അങ്ങനെയാണ് മുസ്ലിം ലീഗുകാർ ചെയ്തിട്ടുള്ളത്. 117 കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. 2 കാര്യങ്ങളാണ് ചെയ്തത്. ആ ചെയ്ത കാര്യങ്ങൾ എന്താ? 2 ഒന്ന്, ട്രാഫിക് സിഗ്നലുകൾ, താഴെപ്പാലത്തും പൂങ്ങോട്ടോളത്തും ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചു. ഇത് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ടാണ്. 239 പേജ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് 235 പേജ് ഉള്ളതിനകത്ത് 224 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 238 പോയിന്റ് 235 പേജ്, അതിൽ 228 കാര്യങ്ങളും
എ പി നസീമ നേതൃത്വം കൊടുത്തിട്ടുള്ള തിരൂർ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അഴിമതിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ചാനലുകാർക്കും പൊതുപ്രവർത്തകർക്കും പരിശോധിക്കാവുന്നതാണ്. എണ്ണി അതിനകത്തുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ 20 ലക്ഷം രൂപ കൈമാറി എന്നുള്ള. ഇത് ആർക്കാണ് കൈമാറിയതെന്ന് പറയണം. സാധാരണയായിക്കൊണ്ടൊരു നഗരസഭയുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അവിടെ ഉണ്ടാക്കുന്ന നഗരസഭയുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഒപ്പിടേണ്ട ബാധ്യതയുണ്ട്. തിരൂരിലെ ഓഡിറ്റ് റിപ്പോർട്ടിന് വിധേയമായിട്ടുള്ള ബാലൻസ് ഷീറ്റിനകത്ത് തിരൂരിലെ നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള എ പി നസീമ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ട് എന്തുകൊണ്ട് അവർ ഒപ്പിടാതെ പോയി? നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അത് മാസം തോറും റീകൺസിലിയേഷൻ നടത്തേണ്ടതാണ്, അത് നടത്തിയിട്ടില്ല. പാവപ്പെട്ട ക്യാൻസർ രോഗികളായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഏതാണ്ട് 10-35 ലക്ഷം രൂപ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഗ്രാൻഡ് ഉപയോഗിക്കാതെ പോയി. നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട 68.5 ലക്ഷം രൂപ ഉപയോഗിക്കാതെ പോയിട്ടുള്ള കൗൺസിലിൻ്റെ പേരാ തിരൂരിലെ മുനിസിപ്പൽ കൗൺസിൽ. ഇവരാണോ വീണ്ടും അധികാരത്തിൽ? തിരൂരിലെ ആളുകൾക്ക് എന്താ വെളിവില്ലേ? ഇവരാണ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. എനിക്കെതിരെ ഗുരുതരമാണ്. ഞാൻ എ പി നസീമയിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ട് ഞാൻ എന്നും ബഹുമാനിച്ചിട്ടുള്ള ആളാണ്. അവരും എനിക്ക് ആ ബഹുമാനം തന്നിരുന്നു. പക്ഷേ ഇന്നത്തോടു കൂടി അത് അവസാനിച്ചു. അവരെന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വ്യക്തിപരമായിട്ട് എന്താ ആക്ഷേപം എന്നുള്ളത് പറഞ്ഞതിന് മറുപടി പറയണം. എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് റോഡിന് തന്നിട്ടില്ല എന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലർമാരോ മുനിസിപ്പൽ അധികാരി, ഒന്നാമത് എൻ്റെ പേരിലവിടെ സ്ഥലമില്ല, എൻ്റെ പേരിൽ അവിടെ വന്ന് സ്ഥലം ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ആ റോഡിൻ്റെ ഒരു പ്രപ്പോസൽ നടന്നിട്ടില്ല. അഡ്വക്കേറ്റ് ഗിരീഷ് ചെയർമാൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ ആ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങൾ. അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി എ പി നസീമയും എ പി നസീമയുടെ നേതൃത്വത്തിലുള്ള ലീഗുകാരും വീടാന്തരം കയറി പറഞ്ഞു ഞങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റോഡ് വീതി കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള നഗര വികസനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുള്ള നസീമ ഇപ്പോൾ പറയുന്നു മലയാളം സർവകലാശാലയെ സംബന്ധിച്ച് ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചു. അല്ലല്ല പറയാതെ പോകാൻ കഴിയില്ല. എ പി നസീമ എന്ന് പറയുന്ന ആള് പറയട്ടെ, എ പി നസീമയെ സംബന്ധിച്ച് ഞാനല്ല ആക്ഷേപം ഉന്നയിക്കുന്നത്. റിംഗ് കമ്പോസ്റ്റ് നൽകിയ ഇനത്തിൽ 40 ലക്ഷം രൂപ എ പി നസീമയും നസീമയുടെ സിൽബന്ധികളായിട്ടുള്ള ആളുകൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ്. മുസ്ലിം ലീഗ് അന്വേഷണ കമ്മീഷനെ വെച്ചു. ചെയർപേഴ്സണെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സൺ ചെയർപേഴ്സണെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. മുനിസിപ്പൽ ഞാൻ പറയുന്നതല്ല. നസീമ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അവരുടെ സമ്പാദ്യം? 5 വർഷക്കാലം മുമ്പ് നസീമ ചെയർപേഴ്സണായി വരുമ്പോൾ അവരുടെ സമ്പാദ്യം എന്തായിരുന്നു? അവരുടെ വീടെന്തായിരുന്നു? ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താ? ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, എൻ്റെ ആക്ഷേപമല്ല. മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് വരെ അവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. ആ പാവപ്പെട്ട സ്ത്രീയെ അന്നാരയിലേക്ക് കൊണ്ടുപോയി സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നസീമ എന്ന് പറയുന്ന നിങ്ങളെ അന്നാരയിലേക്ക് കൊണ്ട് പാവം തരുന്നില്ല. നിങ്ങൾക്ക് ഇന്നലെ വരെ ഞാൻ പാവം തന്നിരുന്നു. പക്ഷേ ഇത്രമാത്രം വെറുതെ അല്ല ലീഗുകാർ കറിവേപ്പില പോലെ എടുത്തിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെ. ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ പട്ടികജാതിക്കാരുടെ വികസനത്തിന് വേണ്ടി റിംഗ് കമ്പോസ്റ്റിൽ നടന്നിട്ടുള്ള അഴിമതി, പാവപ്പെട്ട ഹെൽത്ത് സെൻ്ററുകൾ 42 മലപ്പുറം ജില്ലയിൽ വന്നു. അതിൽ 3 തിരൂരിന് അനുവദിച്ചു, 2 ഓപ്പൺ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ട്? രാഷ്ട്രീയ വിവേചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടല്ലേ, ഇടതുപക്ഷത്തെ കൗൺസിലർമാരുള്ള ഭാഗമായതുകൊണ്ടല്ലേ ഏഴൂരിന് അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് സെൻ്റർ തുറക്കാതെ പോയത്. അവിടെ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഞങ്ങൾ കൊടുത്തില്ലേ? ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള അലി കൊടുത്തില്ലയുടെ ഫർണിച്ചർ എല്ലാം കൊടുത്തു. രാഷ്ട്രീയമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിവേചനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ സമീപനം സ്വീകരിച്ച് ഞങ്ങൾ ചെയർപേഴ്സണോട് സംസാരിച്ചില്ലേ? ധിക്കാരപരമായിട്ട് അവർ ഇറങ്ങിപ്പോകല്ലേ ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടിയാലും മൈക്ക് കിട്ടിയാലും പത്രക്കാരെ മുന്നിൽ കണ്ടാൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ധിക്കാരം ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പൊതുപ്രവർത്തകർ തന്നെയാണ് അനുവദിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വാദഗതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് വികസനത്തിന്റെ വിപ്ലവമൊന്നും നടന്നിട്ടില്ലെന്നും അവിടെ അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് തിരൂർ മുനിസിപ്പാലിറ്റി നിൽക്കുന്നതെന്നും എന്നുള്ള വാദഗതികളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് മറ്റു ചർച്ചകളിലേക്ക് കടക്കുന്ന ചോദ്യ സെഗ്മെന്റ് ഉണ്ട്. ആ സമയത്ത് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കാം. നമ്മൾ ഒരു മിനിറ്റ്, താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയമുണ്ട്. സമയമുണ്ട്. താങ്കൾക്ക് മറുപടി പറയാൻ സമയമുണ്ട്. അത് ചോദ്യങ്ങളുടെ സെഗ്മെന്റ് ഉണ്ട്, മറുപടി പറയാൻ സമയം കിട്ടും. ടീച്ചർ, നമ്മൾ 2 വാദഗതികളാണ് കേട്ടത്. ടീച്ചർ 10-20 കൊല്ലമായിട്ട് മുനിസിപ്പൽ കൗൺസിലറാണ്. വീണ്ടും 25 വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരുപക്ഷെ UDF ഭരണപക്ഷമാണ്, LDF പ്രതിപക്ഷമാണ്. 2 തരത്തിലുള്ള വാദഗതികൾ, അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.
ടീച്ചർ BJPയുടെ പ്രതിനിധിയാണ്, പ്രതിപക്ഷത്താണ്. സ്വാഭാവികമായിട്ടും എന്താണ് ടീച്ചർക്ക് നിലവിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFന്റെ ഭരണത്തെക്കുറിച്ച് താങ്കൾക്ക് വിലയിരുത്താനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഇവർ പറഞ്ഞ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അതുകൊണ്ട് തന്നെ മാറി നിന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് ശക്തമായിട്ട് സാധിക്കും. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ക്രിയാത്മകമായിട്ട് ചില ക്രിറ്റിസിസംസ് പറയുകയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക സ്റ്റേഡിയം ഉണ്ട്. ഇത്രമാത്രം ഏരിയയുള്ള സ്റ്റേഡിയം നമ്മുടെ കേരളത്തിലെ ഏത് മുനിസിപ്പാലിറ്റികൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ആ സ്റ്റേഡിയത്തെ വളരെ നല്ല, അതായത് അന്തർദേശീയമായിട്ടുള്ള വരെ തന്നെയുള്ള കളികൾ നടത്താൻ സാധ്യമാക്കാവുന്ന ഒരു സ്റ്റേഡിയം. ഞാൻ ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും കൗൺസിലറായിട്ടുണ്ട്. എന്തു മാറ്റാണ് ആ സ്റ്റേഡിയത്തിന്? ആർക്കാണ് എന്ത് ന്യായം അതിന് പറയാൻ സാധിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതല്ലേ ഒരു പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന്? 1. 2, ടൗൺ ഹാൾ. എന്താ പറയുക, തിരൂരിൻ്റെ സിറ്റിയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാം ടൗൺ ഹാള്. എത്ര നന്നായിട്ട് നവീകരിച്ചിട്ട് അത് നടത്താൻ സാധിക്കും? ഇത്രയും കാലത്തോളം ഇപ്പോഴും അവിടെ ഉള്ളിൽ കയറി നോക്കൂ നിങ്ങൾ, മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാവും എന്താണ് തലയിലേക്ക് വീഴുക എന്നുള്ളത്. തുച്ഛമായിട്ടുള്ള ചില സംഖ്യകൾ എല്ലാ ബഡ്ജറ്റിലും നീക്കി വയ്ക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്നുള്ളതല്ല, ചില പാച്ച് വർക്കുകൾ ചെയ്യുമെന്നുള്ളതല്ലാതെ ടൗൺ ഹാളിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്, കുറച്ച് ദിവസം ഒരു ബോട്ടൊക്കെ ഓടിച്ചു. ടൂറിസം എന്ന് പറയുന്നത് വളരെ വലിയൊരു സെക്ടറാണ്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ആ പുഴ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം നല്ല ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാമായിരുന്നു. ഞാൻ കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ട് കേൾക്കുന്ന ഒരു ഇതാണ്, പല്ലവിയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. മുനിസിപ്പാലിറ്റിയിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ ക്വാർട്ടേഴ്സ് എല്ലാ ബഡ്ജറ്റിലും തുക നീക്കി വയ്ക്കും. ഇന്ന് വരെ ഒരു ക്വാർട്ടേഴ്സും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ റോഡിൻ്റെ പരിമിതി, ട്രാഫിക് ഒരുക്ക് എന്ന് പറഞ്ഞു. എല്ലാ ബഡ്ജറ്റിലും ഞാൻ പറയുന്നൊരു സജഷനുണ്ട്. നമ്മുടെ മാങ്ങാട്ടിയിൽ നിന്ന് വരുന്ന ഈ ഖയാം തിയേറ്ററിൻ്റെ സൈഡിൽ കൂടെ വരുന്നൊരു റോഡുണ്ട്. ആ റോഡ് യഥാർത്ഥത്തിൽ നല്ലൊരു റോഡാക്കി മാറ്റിയാൽ ഒന്നുകിൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ അതിലെയും മെയിൻ റോഡിൽ കൂടെ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളാക്കിയാൽ കുറേ ട്രാഫിക് ഉരുക്ക് ഇവിടെ മാറ്റാൻ സാധിക്കും. എല്ലാ ബഡ്ജറ്റിലും ഞാൻ പറയുന്നൊരു സജഷനാണ്. ഒരിക്കലും അതിനോടൊരു നീതി പുലർത്താനോ അതൊന്ന് പരിഗണിക്കാനോ ഒരു കൗൺസിലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ചില കാഴ്ചപ്പാട് ഉണ്ടായാലേ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കൂ. അത് ഒരു ഭരണത്തിലിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കണം. അത് ഇതുവരെ ചെയ്യാൻ ഈ 2 ഇതിനും. പിന്നെ 3 വെൽനസ് സെൻ്ററുകളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് പറയുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് 3 വെൽനസ് സെൻ്ററുകൾ തിരൂര് തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, ആനയായ അശ്വത്ഥാമ ഹത എന്ന് പറയും നമ്മുടെ കഥയിൽ. ആനയായ എന്നുള്ളത് പതുക്കെ പറയുള്ളൂ, അശ്വത്ഥാമ ഹത എന്ന് ഉറക്കെ പറയും. അതേപോലെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷേ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കൊണ്ടുവരും. തിരൂർ കൗൺസിലിൽ നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒരു കൗൺസിൽ വന്നു കഴിഞ്ഞാൽ തിരൂർ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കുമെന്നാണ് എൻ്റെ. ടീച്ചർ പറഞ്ഞു വെച്ചത് കുറേ ക്രിയാത്മകമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ അത് തിരൂരിൻ്റെ വികസനത്തിൻ്റെ നാളുകളെ ധന്യമാക്കുന്നതാണ്. അത് വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. മറിച്ച് പലതും നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ കേന്ദ്ര സഹായത്തോടു കൂടി കടന്നു വരികയാണ്. അതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയിൽ UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികൾ വളരെ വ്യക്തിപരമായ രീതിയിൽ ആരോപണങ്ങൾ പോലും ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് ചോദ്യങ്ങളുടെ സെഗ്മെൻറ്റാണ്. ആ സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാഡത്തിനും മറുപടി പറയാൻ വന്ന അവസരങ്ങൾ പറയാം. സമയം ക്രമീകരണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം നസീമ മാഡത്തിനുള്ള ചോദ്യങ്ങളാണ്. പെട്ടെന്ന് മാഡത്തിനോട്, നഗരസഭയ്ക്കകത്ത് 5 വർഷക്കാലം നിങ്ങൾ അധികാരത്തിലിരുന്നു. എന്ത് വികസനമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നെടുത്ത് പറയാനുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ചില റോഡുകളുടെ പ്രവൃത്തി മാത്രം പറഞ്ഞത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയം 10 ഏക്കറിൽ 10 സെൻറ്റ് മാത്രമേ കുറവുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സംസ്ഥാനത്തിനകത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ടൗണിനകത്തുള്ള സ്റ്റേഡിയത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടും അത് ഏറ്റെടുക്കാതെ ഇന്ന് അവിടെ പ്രവൃത്തി നടക്കുന്നില്ല. ഈ കഴിഞ്ഞ കേരളോത്സവം നടത്തിയത് എവിടെയാണ് എന്ന് പറയാൻ ബാധ്യസ്ഥയാണ്. കേരളോത്സവത്തിൻ്റെ ഫുട്ബോൾ നടത്തിയത് തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ? ഒരു വലിയ മുനിസിപ്പാലിറ്റി ആയിട്ട് അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. അതുപോലെ തന്നെ തിരൂരിനകത്തെ മാലിന്യമാക്കുന്ന ഒരു നഗരമാക്കി മാറ്റി എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തുണ്ട മാലിന്യങ്ങൾ.
ബസ് സ്റ്റാൻഡിനകത്ത് മാലിന്യങ്ങൾ പൊന്തുന്നു, കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പൊന്തുന്ന സമയത്തും അതിനോട് ഒരു കാര്യത്തിലും നീതീകരിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ഇടപെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റ മിനിറ്റ്. അതേപോലെ തന്നെയാണ് KSRTC. അവർ വന്ന 4 അപേക്ഷകൾ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, പരാതികൾ. അതിനോട് എന്ത് നിലപാടാണ് നിങ്ങളെടുത്തത്? രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഈ നാടിനകത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നു. ആ വഞ്ചിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? വെറും വാക്കുകൾ മാത്രമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും രാജ്യത്തേക്ക് സംസ്ഥാനത്തിനകത്തെ ഒട്ടനവധി പദ്ധതികൾ ഉൾപ്പെടെ നൽകിയിട്ടും അതൊന്നും നിറവേറ്റാൻ വേണ്ടി പോലും കഴിയാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറിയതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്ന് പറയാം? റിംഗ് കമ്പോസ്റ്റ് അത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്ത്? ഗവൺമെൻറ് അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഗവൺമെൻറ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ എത്ര കാശിന് കൊടുക്കാം, ഒരു യൂണിറ്റ് എത്ര കാശിന് കൊടുക്കാമെന്ന് ഗവൺമെൻറ്റുമായി ടൈപ്പ് ചെയ്യുന്ന കമ്പനികളാണ് നഗരസഭയിൽ വരുന്നത്. ഞങ്ങൾ പരസ്യം നൽകി ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ ഓഡിറ്റ് ബുക്ക് 234 പേജ് ഉണ്ട് എന്ന് ഒരിക്കൽ പോലും കൗൺസിലർ ആവാത്തതിൻ്റെ ഒരു പ്രയാസം, ഒരു ജനപ്രതിനിധി ആവാത്തതിൻ്റെ പ്രയാസമാണ് ആ കണ്ടത്. ഒരു മിനിറ്റ്. അല്ല ചോദ്യം കൂടി ഉത്തരങ്ങൾ നിങ്ങൾ എന്തിനാ പേടിക്കണേ? എല്ലാ ഉത്തരവും എനിക്ക് പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ റിംഗ് കമ്പോസ്റ്റ് വിഷയത്തില് റിംഗ് കമ്പോസ്റ്റ് വിഷയത്തിൽ അഴിമതി കാരണം ഒരു ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസി സാധാരണ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് ഒരു ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസി ടെൻഡർ മുഖാന്തരം, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത സാധനമല്ല, ഞാൻ ടെൻഡർ മുഖാന്തരം എടുത്ത് പിന്നെ ഒരു നഗരസഭയിലെ ഓഡിറ്റ് ബുക്ക് എന്ന് പറഞ്ഞാലേ ഈ 234 പേജ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? ഈ 234 പേജ് ഉണ്ടായത് 234 പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയതുകൊണ്ടാ. അല്ലാതെ ഒരു പണിയില്ല. ഓഡിറ്റ് പുസ്തകത്തിന് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഓഡിറ്റ് പുസ്തകത്തിന് കനം കൂടുന്ന് പേടിച്ചിട്ട് ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എടുക്കേണ്ട പണി എടുക്കലല്ല ഒരു ജനപ്രതിനിധിന്റെ പണി. മനസ്സിലാവുണ്ടോ? ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുണ്ട്. ഓഡിറ്റ് ഒബ്ജക്ഷൻ തീർക്കാനാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാര്. ജനപ്രതിനിധി ബഹുമാനപ്പെട്ട മിർഷാദ് കൗൺസിലറെ, ജനപ്രതിനിധിന്റെ പണി എന്താണെന്നറിയോ? നിങ്ങളെ പണി നിങ്ങളെ വാർഡിൽ നിങ്ങളെ ജയിപ്പിച്ച് വിട്ട ആളുകൾക്ക് എന്തൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നടത്തലാം. പക്ഷേ നമുക്ക് കാണാം. തിരൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് പലപ്പോഴും വലിയ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ നിയമം ലംഘിച്ചുകൊണ്ട് നടക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. മറുപടി ഞാൻ പറയട്ടെ. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ആരാ? സംസ്ഥാനം ഭരിക്കുന്ന ആരാ? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആരാ? ഇപ്പൊ പറഞ്ഞല്ലോ എനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞല്ലോ. നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന CPIM ഇദ്ദേഹത്തിന്റെ പാർട്ടിയാ. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയാ. എന്തുകൊണ്ട് നിങ്ങളത് അന്വേഷിക്കുന്നില്ല? സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ ഇനിയിപ്പോ വരും. സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ നേരിടുമ്പോ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടൽ ആർക്കാന്നറിയോ? അത് അവിടുത്തെ ഭരണം നടത്തിയ ആൾക്കാ. എന്തേ ഇന്ന് വരെ അതൊന്നും നേരിടാതെ? നിങ്ങൾ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ മാത്രം ഈ കാര്യം വ്യക്തമായ തെളിവുകൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിന് തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു ഓഡിറ്റ് ഒബ്ജക്ഷൻ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ്. ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി നിർത്തിയതാ. കാരണം വെച്ചാൽ മുഴുവൻ കള്ളത്തരങ്ങളാ. കള്ളത്തരത്തിന് ആളെ കൂട്ടിയത് ആരെന്നറിയോ? നിങ്ങളുടെ സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ചെയ്യേണ്ട പണി മര്യാദക്ക് എടുക്കാത്തതിന്റെ പേരിലുണ്ടായ സാധനങ്ങൾ ഒരു സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിക്കും. ഞാൻ പറയാം, ഒരു പോയിന്റ് പറഞ്ഞുതരാം. EMS പാർക്കിനകത്തേക്ക് 15ഓളം സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതിനൊന്നും ലൈസൻസ് ഇല്ല. അത് ഓഡിറ്റ് ഒബ്ജക്ഷനിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. 15 സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാതെ നഗരസഭയുടെ മൂക്കിൻ തുമ്പിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും പ്രതിവർഷം പിരിക്കേണ്ട ലൈസൻസ് തുക പിരിക്കാതെ കള്ളത്തരം കാണിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിഫിക്കേഷൻ
ഒരു മിനിറ്റ്, നമുക്ക് ചോദ്യങ്ങളുടെ നിഷാദ് ഒരു ചോദ്യങ്ങളുടെ പെരുമഴ തീർക്കല്ലേ, എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം കൊടുക്കേ. ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഇത് വേണ്ടിയിട്ട് 16,000 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു നഗരസഭയാ. ഇത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടണ. ആളുകൾ പെർമിറ്റ് എടുത്തും എടുക്കാതെയൊക്കെ പലതും ചെയ്യും. പക്ഷെ നടപടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അതിനെതിരെ നടപടി സ്വീകരിക്കും. അത് ഞങ്ങളുടെ ഒരു നയമാണ്. അതിനെതിരെ തീർച്ചയായും ആരോപണം നടത്തി മുങ്ങാന്ന് വിചാരിക്കണം. തീർച്ചയായും ചെയർപേഴ്സന്റെ നിലപാടുകൾ വ്യക്തമാണ്. ചെയർപേഴ്സന്റെ നിലപാടുകൾ ഞാൻ പറയാം. ചെയർപേഴ്സന്റെ നമ്മുടെ NDAയുടെ പ്രതിനിധികൾ സുഹൃത്തുക്കളെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. AP നസീമയോടാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ഇവിടെ ഒരു വെൽനസ് സെൻറ്റർ വന്ന കഥ പറഞ്ഞു. ഒരു വെൽനസ് സെൻറ്റർ വന്നത് നടുലങ്ങാടിയാണ്, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 6-ാം വാർഡിൽ റോഡ് സൈഡിൽ, മെയിൻ റോഡിൻ്റെ സൈഡിൽ എന്നെ പ്രസവിച്ചത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പാല് വാങ്ങാൻ ക്യൂ നിന്നൊക്കെ സ്ഥലമാണത്. കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല, അത് അടഞ്ഞു കിടക്കാം. ഇവർക്കൊന്നും അതിൻ്റെ ഈ ബ്ലൈൻഡ്നെസ് ആണെന്നുണ്ട് ആ ഭാഗത്തേക്ക്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പിന്നൊന്ന് 7-ാം വാർഡിലൊരു റോഡ് 30 വർഷമായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് വണ്ടി ഓടുന്നില്ല, വണ്ടി ഓടാനുള്ള റോഡ് ഉണ്ടാക്കുന്നത്, വണ്ടി ഇതുവരെ ഓടാൻ തുടങ്ങിയിട്ടില്ല, 30 വർഷമായി. അതൊരു പഴയ കെട്ടിടത്തിലായിരുന്നു നിലവിൽ വന്നിരുന്നത്. അതിന് നമുക്ക് ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. NHMന്റെ കീഴിൽ തന്നെ അതിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. ആ പദ്ധതി ഞങ്ങൾ എന്ത് ചെയ്തു, ആ പഴയ ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള മറ്റ് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ട് അതിൻ്റെ 30 വർഷമായിട്ടോ ഞങ്ങളതിൻ്റെ പണികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞു, അതിലേക്ക് പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ ഫണ്ട് വെച്ച് ഏതാണ്ട് 30 ലക്ഷത്തിന് മുകളിൽ രൂപ ചെലവഴിച്ച് അതിലേക്ക് പുതിയ ബിൽഡിംഗ് കെട്ടിടം ഉയരുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന 6-ാം വാർഡിലെ റോഡ് എന്ന് പറയുന്നത് പുത്തൂർമന റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിലവിലുള്ള നഗരസഭയുടെ സാമ്പത്തിക റിസോഴ്സ് അനുസരിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത അത്രയും ഫണ്ട് ആവശ്യമുള്ളതാണ്. ഞങ്ങൾക്ക് അനുവദിച്ച ഫണ്ടുകൾ തന്നെ വെട്ടിക്കുറച്ച് തരുന്ന ഈ ഒരു കാലത്ത്, കേരള സർക്കാരിൽ നിന്ന് പദ്ധതി വിഹിതത്തിൽ അനുവദിച്ച ഫണ്ടുകൾ തന്നെ വെട്ടിക്കുറച്ച് കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രയാസമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ AP നസീമ അവരുടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം തിരൂർ നഗരസഭയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ അവർക്ക് കൃത്യമായ വിശദീകരണം നൽകുമ്പോൾ തന്നെ അവർ വെല്ലുവിളിയായി വന്ന തനിക്ക് നേരെ വന്ന അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരോ ആഭ്യന്തര വകുപ്പോ വിജിലൻസ് വകുപ്പോ അന്വേഷിച്ചോട്ടെ എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ച ഒരു വാദം. സ്വാഭാവികമായിട്ടും അടുത്ത ഒരു മിനിറ്റ് NDA പ്രതിനിധിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. ഒറ്റ മിനിറ്റ്. നമ്മുടെ ആശുപത്രിയിൽ ഒരു ഓങ്കോളജി വിഭാഗം ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അതിൽ പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും അതിൽ നടക്കുന്നില്ല. എന്താ വെച്ചാൽ അതിൻ്റെ അനുഭവസ്ഥയാണ് ഞാൻ എൻ്റെ അച്ഛനെയായിട്ട് വന്ന സമയത്ത് പഴയ ബ്ലോക്കിലേക്ക്, ഞാൻ തൃശ്ശൂരിലേക്ക് എന്നെ കൊണ്ടുപോയി. നമുക്കത് ഭയങ്കര വിഷമം. ഞാൻ ഉദ്ഘാടന സമയത്ത് ഞാൻ ഉണ്ടായതാണ്. ആ സമയത്ത് നമുക്ക് അവിടെ പ്രവർത്തനമില്ല എങ്കിൽ പിന്നെ അങ്ങനൊരു വിഭാഗം അവിടെ തുറന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റ് ബിന്നിൻ്റെ കാര്യം ഇവിടെ പരാമർശിച്ചു. അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നമ്മളൊരു വ്യക്തിക്ക്, നമ്മുടെ ഒരു വാർഡിൽ നമ്മളൊരു പ്രതിനിധിയാണ്, ഞാനൊരു അതിൻ്റെ ആളുമാണ്. അപ്പം നമുക്കത് കിട്ടാൻ, ഞാൻ വാർഡിലെ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് വീടായിട്ടിരിക്കുന്നതാണ്. 2 പേർക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള രോഗികളാണ്. പിന്നെ ആർക്കും ഗവൺമെൻറ് ജോലി ഇല്ലാത്തവരാണ്. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടില്ല. PMAYക്ക് കൊടുക്കാൻ ചെന്ന സമയത്ത് പറഞ്ഞു അത് ലൈഫ് പദ്ധതിയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ 3 പ്രാവശ്യം ചെന്നു. ഇത് കൊടുക്കുമ്പോൾ ഇത് ലൈഫാണ്, അവിടെ PMAY കൊടുക്കുന്നില്ല. ഇതാണ് നമുക്ക് കിട്ടിയ അറിവ്. നമ്മൾ എന്നിട്ടും അതിന് കൊടുത്തു, ലൈഫിന് കൊടുത്തു. അത് നമുക്ക് പാസ്സായില്ല. 3 സെൻറ്റ് സ്ഥലമാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു വാട്ടർ കണക്ഷന് കൊടുത്തു, നമുക്ക് ഇന്ന് വരെ അത് പാസ്സായിട്ടില്ല. നമ്മളൊരു വേസ്റ്റ് ബിന്നിന് ഞാൻ എല്ലാ വാർഡ് സഭയിലും നമ്മൾ ഫോം കൊടുക്കുക, ആ ഫോം തരും, ഈ ഫോം തരും. ലാസ്റ്റ് ആ വാർഡ് മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ പൊതുപ്രവർത്തകയല്ലേ, നിങ്ങൾക്കത് കിട്ടുമെന്ന്. ഇങ്ങനെയാണോ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്? പ്രതിനിധിയായി വരുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്ന, ഞങ്ങളവിടെ ഇതിൻ്റെ മുന്നേ UDF LDF ഒക്കെ ഭരിച്ചിട്ടുണ്ട്, നമുക്കറിയാം എൻ്റെ വാർഡിൽ. പക്ഷെ അവരെല്ലാം നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 5 വർഷമായിട്ട് ഒരു പാറയ്ക്കൽ റോഡുണ്ട്, ആ റോഡ് ഇന്നും കിടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു പോകുമ്പോൾ ഇവിടെ ബാവാജി പടിക്കൽ എത്തിയ പറഞ്ഞു അവിടെ ഇറങ്ങിക്കോളൂ എന്ന്, അങ്ങോട്ട് പോവില്ല എന്ന്. അതാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ ഓരോ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ വികസനം നമുക്കറിയാം എന്താണെന്നുള്ളത്. അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ.
ഒന്ന് ഒരു ഓൺകോളജി ബ്ലോക്കുമായി ബന്ധപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ളതാണെങ്കിലും താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ വിഷയം വ്യക്തിപരമായി അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും വേണ്ടത്ര രീതിയിൽ ലഭിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു റോഡിന്റെ വിഷയവുമാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് ഓങ്കോളജി ബ്ലോക്കുമായി പറയുകയാണെങ്കിൽ ഈ ഒരു സമയമൊന്നും തികയൂല, കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രയും പ്രശ്നങ്ങളുണ്ട്. എന്തായാലും 2026 കൂടി സംസ്ഥാന ഭരണത്തിൻ്റെ ആ ഒരു മുഖച്ഛായ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് പൂർണ്ണ രീതിയിൽ 100% ശരിയാക്കുമെന്ന് ഞാൻ പറയാണ്, ഒരു ഉറപ്പ് പറയാണ്. ഞങ്ങളുടെ ഭരണം വന്നാൽ അവർ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം, കാരണം ഞാൻ ഒരു വാർഡിലെ കൗൺസിലർ കൂടി ആയിട്ടാണ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ വാർഡിൽ ഒരു വ്യക്തിക്കും, അത് ഇനി ഏത് പാർട്ടിക്കാരിയാവട്ടെ, ഒരു വ്യക്തിക്കും യാതൊരു പക്ഷാഭേദവും കാട്ടാതെ എല്ലാവരെയും ഒരേ കണ്ണോടെ നോക്കിയിട്ടുണ്ട്. റിംഗ് കമ്പോസ്റ്റിന് വേണ്ട മാനദണ്ഡം എന്താണെന്ന് പ്രിയയുടെ സുഹൃത്ത് ചോദിക്കേണ്ടായി. അതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമില്ല. ഒരു വീടുണ്ടായാൽ മതി. ആ വീടിൻ്റെ ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ 3 സെൻറ്റ് ആണെങ്കിലും 2 സെൻറ്റ് ആണെങ്കിലും ആ വീട്ടിലുള്ള ആൾക്ക് പിന്നെ അവരുടെ ആ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള മാലിന്യ സംസ്കരണ ഉപാധി കൊടുക്കൽ നിർബന്ധമാണ്. തീർച്ചയായിട്ടും അടുത്തത് നമ്മുടെ അഡ്വക്കേറ്റ് ഗഫൂർ പി. ഇലീസിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ചോദ്യങ്ങൾ എപ്പോഴും നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു പോകാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ഗഫൂർ പി. ഇലീസ് പറഞ്ഞ കാര്യങ്ങൾ, ഈ UDFന്റെ ഭരണം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം വികസന മുരടിപ്പിൻ്റെയും അഴിമതിയുടെയും താവളമായിരുന്നു. പെട്ടെന്ന് ചോദ്യങ്ങൾ. ഒരു പ്രാദേശിക ഭരണകൂടത്തിന് സ്റ്റേഡിയം പോലെയുള്ള സ്ഥലങ്ങളിൽ 10 ഏക്കർ ഭൂമി ഉണ്ടായിട്ട് അതിൽ കമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വന്നു. ഈ സർക്കാരിൽ നിന്ന് അതിൽ നിന്ന് അനുമതി, പണം അടക്കാൻ തയ്യാറായിട്ട് പോലും അനുമതി ലഭ്യമായില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരു വികസന മുരടിപ്പ് അത് തന്നെയാണ്. രണ്ടാമത് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി നഗരസഭ അവിടെ ബാത്റൂം പോലെയുള്ള കെട്ടിടങ്ങൾ പണിയപ്പെടുന്നതിന് വേണ്ടി കൗൺസിലോട്ട് തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതി പിരിഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സ്റ്റേഡിയത്തോടെ കാട്ടിയിട്ടുള്ള ആൾ. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട ഗഫൂർ പി. ഇലീസിൻ്റെ നിലപാട് എന്താണ്? തിരൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂരിൽ ഏത് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നിട്ടുണ്ടോ അന്ന് മാത്രമാണ് തിരൂരിൽ എടുത്തു പറയാവുന്ന വികസന പദ്ധതികൾ സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തിരൂർ ബസ് സ്റ്റാൻഡ്, മറ്റൊന്ന് വേഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ, അതുപോലെ തന്നെ തിരൂരിൽ എടുത്തു പറയാവുന്ന റിംഗ് റോഡുകൾ, EMS പാർക്ക്, സാംസ്കാരിക സമുച്ചയം, ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ്. അതോടൊപ്പം തന്നെയാണ് തിരൂരിൽ ഏതാണ്ട് 10ഓളം ഏക്കറിലധികം വരുന്ന ഭൂമി നിരന്തരമായിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കാലത്തുള്ള ഉജ്ജ്വലമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ആ സ്ഥലം ഏറ്റെടുത്ത് മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി നിലവിൽ വന്നതിന് ശേഷം കേവലം 15 വർഷക്കാലം മാത്രമാണ് ഇടതുപക്ഷം ഭരിച്ചിട്ടുള്ളത്. ആ കാലത്താണ് ഈ എടുത്തു പറയാവുന്ന വികസനങ്ങൾ ഉണ്ടായത്. മുസ്ലിം ലീഗ് 10-30 കൊല്ലം ഭരിച്ചല്ലോ. എടുത്തു പറയാവുന്ന എന്ത് കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്? സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് MLA ഉണ്ടായിരുന്നില്ലേ, UDFന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നില്ലേ, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ലേ, AK ആന്റണി ഉണ്ടായിരുന്നില്ലേ, മലപ്പുറം ജില്ലയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നില്ലേ മുസ്ലിം ലീഗിൻ്റെ, ഇവിടുന്ന് മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഭൂമി ഒന്ന് തരം മാറ്റാൻ കഴിയാതെ പോയി? നിങ്ങൾ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ശിഹാബ് തങ്ങൾ സ്മാരക ഹോസ്പിറ്റലിനുള്ള ഭൂമി എങ്ങനെയാണ് നിങ്ങൾ തരം മാറ്റിയത്? നിങ്ങളുടെ കച്ചവടക്കണ്ണിന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തരം മാറ്റാൻ കഴിയുകയും എല്ലാ അധികാരങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് അത് തരം മാറ്റാൻ കഴിയാതെ പോയിട്ട് 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ തയ്യാറാക്കിയ തിരൂർ നഗരത്തെ സംബന്ധിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. എന്തേ ആ മാസ്റ്റർ പ്ലാനെ അട്ടത്ത് വെച്ചത്, അല്ല ഇതിനെ പൂഴ്ത്തി കളഞ്ഞത്? നിങ്ങളുടെ സാമ്പത്തിക ഞാൻ പറഞ്ഞതാണ്, മുസ്ലിം ലീഗ് പുറത്തു വിട്ടിട്ടുള്ള പ്രകടന പത്രികയിലെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. 119 ഇനങ്ങളിൽ 117 നടപ്പിലാക്കാതെ പോയിട്ടുള്ള ഈ UDFന്റെ കൗൺസിൽ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. അതിന്റെ പരാജയത്തിന്റെ മകുടോദാഹരണമാണ് സ്റ്റേഡിയത്തിന്റെ ഭൂമി തരം. അതിനെതിരെ ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന്റെ രൂപത്തിൽ ഇടപെടാനും നടക്കാനും തയ്യാറാവണം. 10 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റും കായിക മന്ത്രിയും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട, അതിനെടുക്കാൻ ഞങ്ങളുടെ MLA ഉണ്ട്. 2 തെരഞ്ഞെടുപ്പുകളിലാണ് 10 വർഷം കൊണ്ട് 2 തെരഞ്ഞെടുപ്പിനുള്ളിലാണ് ഏതാണ്ട് 10 കോടിയോളം രൂപ സ്റ്റേഡിയത്തിന്റെ പേരിൽ ഇവർ കലക്കി കളഞ്ഞത്. ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി, അന്താരാഷ്ട്ര സ്റ്റേഡിയം, നമ്മളെന്താ ലോകം കാണാത്ത ആളുകളാണോ? അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി 4.5 കോടി രൂപ ചെലവഴിച്ച് 1 മാസം കൊണ്ട് സിന്തറ്റിക് ട്രാക്ക് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഫണ്ട് ഉണ്ടാക്കാനുള്ള പുതിയ മാർഗമായിക്കൊണ്ട് സ്റ്റേഡിയത്തിന്, ഇതും അന്താരാഷ്ട്ര എന്ന് പറയുന്നത്, 3.5 കോടി രൂപ കൊണ്ട് ഏതെങ്കിലും അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമോ? സഫിയ ടീച്ചർ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലത്ത് മഞ്ഞളാംകുഴി അലിയെ പോയി കണ്ടുകൊണ്ട് വലിയൊരു പദ്ധതി, അന്ന് മഞ്ഞളാംകുഴി അലി മന്ത്രിയാണ്, 56.5 കോടി രൂപയുടെ വലിയ പദ്ധതി, വലിയ സ്റ്റേഡിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തേ? മഞ്ഞളാംകുഴി അലി ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, സഫിയ ടീച്ചറും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ എത്ര കൗൺസിൽ വന്ന് എന്തേ ചെയ്യാൻ കഴിയാതെ പോയത്? തങ്ങളുടെ പരാധീനതകൾ, പോരായ്മകൾ മറച്ചു വെക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ മേലേക്ക് കുതിര കയറിയാൽ അതൊന്നും തിരൂരിലെ ഉത്ഭുതരായിട്ടുള്ള ജനങ്ങൾ. അടുത്ത ഗഫൂറിനുള്ള ചോദ്യം.
ഇവിടെ പിന്നെ ഒന്ന് മിർഷാദ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതൊക്കെ ചോദിക്കേണ്ടത് ശരിക്കും കൗൺസിലായിരുന്നു. പിന്നെ കാരണം എന്താ വെച്ചാലേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലേ 222 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങളുണ്ട്. ഇവിടെ 1000 രൂപ വീതം നഗരസഭ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് 4000 രൂപ 4 പ്രാവശ്യം പിന്നെ ഡയാലിസിസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതിലുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഇവിടെ കിഡ്നി മാറ്റിവെച്ച ആൾക്കാർക്ക് 12,000 14,000 രൂപയുടെ മരുന്ന് മാസം തിരൂർ നഗരസഭ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്. ആ കട്ടിലും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ സംഗതികൾ ചെയ്യാൻ ആ സമയത്ത് വരുന്ന ചില ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഈ അന്നത്തെ ഈ ചില ഉദ്യോഗസ്ഥന്മാർ എഴുതിയിരിക്കുന്ന സംഗതിയാണ്. ഞാൻ അതിലേക്കല്ല ഇപ്പോൾ വരട്ടെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ പിന്നെ ആകെ ഇവിടെ അഴിമതി ആരോപണം ആകെ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ 40 ലക്ഷം റുപ്യ മുസ്ലിം ലീഗുകാർ ഒന്നായിട്ട് പിന്നെ ചെയർപേഴ്സണെ പ്രതിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഗഫൂർ പില്ലീസ് പ്രസംഗിച്ചു. ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കുകയാണ്, നിഷ്പക്ഷമായിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുക. ഇല്ല ഞാൻ പാർട്ടിക്കാരെന്നുള്ള നൽകല്ല, ഇതേ കൗൺസിൽ ഈ കൊടുത്ത അതേ ഏജൻസിക്കാണ് ഇതൊരു തുടർച്ചയായിരുന്നു ഈ പദ്ധതി. ഇതിനു മുമ്പ് CPM ഭരിക്കുമ്പോൾ ബാവ കൗൺസിലർ 2 കോടി വെച്ച് 6500 എണ്ണം വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ വേറൊരു വിധത്തിലുള്ള രണ്ടും സെയിം ഉപയോഗമാണ്. ഒരു സാധനം, ഇതേ ഏജൻസി, ഇതേ സംഭവം, ഇതേ റേറ്റ്, അത് എസ്റ്റിമേറ്റ് റേറ്റിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇതും ചെയ്തത്. ആ കമ്പനിക്ക് തന്നെയാണ് ഇവരും കൊടുത്തത്. തുടർച്ച എന്നുള്ള നിലയ്ക്ക് ടെൻഡറിൽ പങ്കുകൊടുത്തു. അപ്പോൾ അന്ന് 6 കോടിക്ക് വിതരണം ചെയ്തപ്പോൾ എത്ര കമ്മീഷൻ ഈ ഭരണസമിതി അടിച്ചു എന്ന് കൂടി പറഞ്ഞാൽ, ഒരു മിനിറ്റ്, അന്ന് 6000 എണ്ണം 2 കോടിക്ക്, ഞാൻ പറയേ അന്ന് 6000 എണ്ണം 1.5-2 കോടിക്ക് വിതരണം ചെയ്തപ്പോൾ എത്ര കമ്മീഷൻ അടിച്ചു എന്ന് കൂടി പറഞ്ഞാൽ ഇതായിരുന്നു. ഞാൻ ചോദിക്കണേ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സമയത്ത് നമ്മളുടെ ഗഫൂർ പില്ലീസ് ഇപ്പോൾ പിന്നെ നമ്മളെ ആശയത്തിൽ തിരൂരിൻ്റെ 10 നടക്കാതിനൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, മിനിയാന്ന് അദ്ദേഹം മത്സരിക്കുന്ന വാർഡിൽ പോയിട്ട് വെള്ളക്കെട്ട് പരിശോധിക്കാൻ പിന്നെ ഈ ശ്രീധരൻ്റെ ആൾക്കാരെ കൊടുത്തു. വലിയൊരു കഥ എന്താ വെച്ചാൽ 7 കൊല്ലം മുമ്പ് തിരൂരത്തെ വെള്ളക്കെട്ട് പരിശോധിക്കാൻ ഇവരെല്ലാവരും കൂടി ഈ ശ്രീധരനെ കൊടുത്ത ആ സംഗതി എവിടെ എത്തിയെന്നും കൂടി ഞാൻ ചോദിക്കാം. ഈ 2 ചോദ്യങ്ങൾ അഡ്വക്കേറ്റ് ഗഫൂറിന് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന്, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇടതുപക്ഷ നഗരസഭയിൽ ഇടതുപക്ഷം ശ്രീ കെ ബാവ നഗരസഭാ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഇതേപോലെ ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ റോഡിലെ വെള്ളക്കെട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നം തിരൂരിലെ മുനിസിപ്പാലിറ്റിയെ നിലനിർത്തുന്നതും അതിനെ കൊണ്ടുപോകുന്നതും തിരൂരിലെ രാഷ്ട്രീയ നേതാക്കന്മാരും കരാറുകാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു ഉപജാപ സംഘമാണ് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അഗ്രസ്ഥാനത്ത് നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട്. അവരാണ് മുനിസിപ്പൽ കൗൺസിലർമാരെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കരാറുകാരുടെ പണം ചെലവഴിച്ചുകൊണ്ട് ഉല്ലാസയാത്രക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത്തരം ആളുകളാണ് മുനിസിപ്പാലിറ്റിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയട്ടെ വിനോയ്, അങ്ങനെ പറയട്ടെ. അപ്പോൾ അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപജാപ സംഘങ്ങളിൽ ഇദ്ദേഹം പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവ് പ്രകാരം അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ കൂടെ ആയിരുന്നു, ചെയർപേഴ്സൻ്റെ കൂടെ അല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉന്നയിക്കേണ്ട ആക്ഷേപമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ കൂടെ നിന്നിരുന്ന ആൾ ഇപ്പോൾ ഇത്ര ഒരു നിലപാടെടുക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാവാക്കാൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റിൻ്റെ മറ്റേ അരിപ്പ പോലത്തെ സാധനമല്ല. അത് ജൈവ എന്താ പറയുക ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ 6500 രൂപ 6500 രൂപ അല്ല 12,000 രൂപയായിരുന്നു അതിന്റെ വില. നിങ്ങൾ ആരോടാ പറയുന്നത്? 50% സബ്സിഡിയോടുകൂടി നിങ്ങൾ പറയട്ടെ, എന്താ പറയാനായിക്കാത്ത? 12,000 രൂപക്ക് പച്ച കളറിലുള്ള വലിയ പുറത്തേക്ക് മാലിന്യം ഒഴുകിക്കൊണ്ട് ആ മാലിന്യത്തെ എന്താ പറയാ ബയോഗ്യാസ് പദ്ധതി, അതിന്റെ മാലിന്യം വരുന്നതിന് ചെടികൾക്കും തൈകൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പദ്ധതി 12,000 രൂപയുടെ പദ്ധതിയായിരുന്നു. അതിന്റെ പകുതി എമൗണ്ട് എന്ന് പറയുന്നത് സബ്സിഡി ആയിരുന്നു. ബാക്കി വെച്ചുകൊണ്ടുള്ള സംഗതിയാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചു, 34-ാം വാർഡിലെ വെള്ളക്കെട്ടിനെ പറ്റി ഞാൻ അളവെടുത്തിട്ടുണ്ട്. അളവെടുത്ത് എന്നുള്ളത് സത്യമാണ്. 10-30 വർഷക്കാലം തിരൂരിൽ അധികാരത്തിലിരുന്നിട്ട് ആയിരക്കണക്കായ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ അന്നാന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം. ചെറിയ കൂരകളുള്ള സ്ഥലത്താണ് ആ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കൊണ്ട് വെള്ളം ഒഴുകി പോകുന്നില്ല. അവിടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ എന്ത്
അത് പറയട്ടെ, അതാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക്. നിങ്ങൾ രാഷ്ട്രീയ വിവേചനത്തിന്റെ ഭാഗമായിക്കൊണ്ട് 3 ലക്ഷം രൂപയാണ് ഒരു കൗൺസിലർക്ക് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപയാണ് ഒരു കൗൺസിലർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. 40 വർഷക്കാലാണ് 10-30 വർഷക്കാലം അധികാരത്തിലിരുന്നിട്ട് 10-30 വർഷക്കാലം അധികാരത്തിലിരുന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 10-30 കൊല്ലക്കാലം അധികാരത്തിലിരുന്നിട്ട് നിങ്ങൾക്കൊരു ചുക്കും ഇവിടെ ചുണ്ണാമ്പും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട മനുഷ്യര് പ്രതിസന്ധിയിലാണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, ഞാൻ ജനപ്രതിനിധിയായിട്ട് അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരികയാണെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരൂരിന്റെ മുനിസിപ്പൽ കൗൺസിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇവർ കാണുന്ന ദിവാസ്വപ്നമല്ല ഞങ്ങൾ കാണുന്നത്. തിരൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. പ്രാബല്യത്തിൽ കൊണ്ടുവരും. ചോദ്യം ഗഫൂറോട് ചോദിക്കാൻ കഴിയില്ല. NDA ചോദ്യം ഗഫൂറോട് ചോദിക്കാനുണ്ടോ? ഇല്ല. 2 ചോദ്യങ്ങളാണ്. കഴിയില്ല. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ വിശദീകരിച്ചതാണ്. ഒരു മുന്നണിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ പ്ലീസ് ഒരു മുന്നണിക്ക് 2 ചോദ്യങ്ങളാണ് കൃത്യമായി തന്നിരിക്കുന്നു. മറ്റത് നമ്മുടെ സ്വന്തം മുന്നണിയിലെ ആളോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമാണ്. നോക്കൂ മേഡം, താങ്കൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. എല്ലാം പറഞ്ഞു തീർത്ത് അവസാനിച്ച് പോകാനുള്ളതല്ല ഈ സംവാദമെന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ നാട്ടിൻപുറങ്ങൾ ചർച്ചയാക്കേണ്ട വിഷയങ്ങളുടെ പടക്കത്തിന്റെ കതിന് കൊടുക്കലാണ് ഈ ചർച്ചയെന്നുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായിട്ടും ഈ ചോദ്യശരങ്ങൾക്കെല്ലാം തന്നെ മുഴുവനായും ഉത്തരം പറഞ്ഞു പോകാൻ കഴിയില്ല. നിർമ്മല ടീച്ചർ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ടീച്ചറിലേക്ക് വരികയാണ്. ടീച്ചറോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന്. നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വിഭാഗത്തിൽ NHMന്റെ നേതൃത്വത്തിൽ 42 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ പങ്കാളിത്തത്തോടു കൂടെ നമുക്ക് ലഭ്യമായി. അതിൽ 41 എണ്ണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അനുവദിക്കും. 1 എണ്ണം രാഷ്ട്രീയ പ്രേരിതമായി 2022 പ്രഖ്യാപിക്കുകയും 22 കഴിഞ്ഞ് 25 അവസാന മാസം വരെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് മുനിസിപ്പൽ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് പറഞ്ഞത്, നഗരസഭയിലെ നിങ്ങൾ ഉണ്ടാക്കിയ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ അനധികൃതമായ ഒരു നിർമ്മാണം നടന്നിട്ടുണ്ട്, ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞങ്ങൾ അത് പരിശോധിച്ചു. 2 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പോയി. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ആശുപത്രിയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആരോഗ്യ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ്. ഈ മാർഗരേഖക്ക് ആ മാർഗരേഖ ലംഘിച്ചുകൊണ്ടാണ് നടുവിലങ്ങാടിയിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ PH ടോയ്ലറ്റോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. ഒരു ആശുപത്രിയിൽ PH ടോയ്ലറ്റ് ഇല്ല എന്നെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ രാഷ്ട്രീയം മാറ്റുമ്പോൾ NHMന്റെ നേതൃത്വത്തിലേക്ക് എന്ത് മറുപടി നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ കഴിയും? സെന്റർ അനുവദിച്ചു എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നത് UDF കൗൺസിലാണ്. അതിൽ കൂടുതലായിട്ട് എനിക്ക് അവരുടെ എന്താ പറയുക പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ടീച്ചർ നഗരസഭാംഗമാണ്. അതെ, നഗരസഭാംഗമാണ്. പക്ഷെ അവർ എന്ത് കാഴ്ചപ്പാടാണ് അതിൽ സ്വീകരിച്ചതെന്നുള്ളത് അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചുള്ളതാണ്. നമ്മൾ UDFന്റെ കൂടെ നിന്നിട്ട് നിങ്ങളെ ദ്രോഹിക്കാനൊന്നും അറിയാലോ. ടീച്ചറോടുള്ള അടുത്ത ചോദ്യം ടീച്ചറോടുള്ള ചോദ്യം തന്നെയാണ്. ടീച്ചർ പറഞ്ഞു എന്താണ് നടപ്പാക്കിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ടീച്ചർ കൗൺസിൽ പോകാത്തത് കൊണ്ടാവും ചിലപ്പോൾ ചർച്ച ചെയ്ത് അറിയാത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മോശമാണ്. എന്തായാലും ഈ ഇവരെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഇതിനകത്തൊന്നില്ല, ഞാൻ ഒരു കണ്ണിയുമല്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. ശരി, കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്നത് BJP ആണ്. കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഈ രാജ്യത്തിനകത്ത് തൊഴിലില്ലായ്മ വലിയ രീതിയിലേക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലില്ലായ്മ നടപ്പാക്കുന്ന സമയത്താണ് കേന്ദ്രത്തിനകത്തെ സേന, നമ്മളെ ഏറ്റവും മാതൃകാപരമായ സേനയാണ്, അതിനെ കരാർവൽക്കരിച്ചത് നിങ്ങളുടെ ഭരണ സമയത്താണ്. അതിനകത്തുള്ള നയങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പറയേണ്ടതാണ്. പക്ഷെ അതെന്തില്ല, പറയുന്നില്ല. ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുമ്പോൾ എന്ത് നിലപാടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അടുത്തത് ഈ തിരൂരിനകത്ത് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ആ തിരൂരിനകത്തെ കാഴ്ചപ്പാടുകൾ മാഡത്തിന് എന്ത് ചെയ്യാം, ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൗൺസിലത്ത് പറയാം. കൗൺസിൽ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അതിനെ പോരായി മാറിയെടുത്താം. ടീച്ചർ ഒന്ന് വിശദീകരിക്കണം. 20 വർഷക്കാലമായി ഒരു വാർഡ് മാത്രമാണ് പ്രദാനം ചെയ്യുന്നത്. ആ വാർഡിനകത്തും എന്ത് വികസനമാണ് നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് എന്ന് കൂടി ടീച്ചർ ഒന്ന് പറയണം. പ്രാദേശിക തൊഴിലിടങ്ങൾ ശൂന്യമാകുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ് അതിന് കാരണം. നാട്ടിൻപുറങ്ങളിൽ തൊഴിലില്ലായ്മയാകുന്നു. മാഡം പ്രതിനിധീകരിക്കുന്ന വാർഡ്, ടീച്ചർ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ വികസനം നടക്കുന്നില്ല. 20 വർഷമായി. പറയൂ.
കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നുള്ളതിന് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കേരളത്തിലെ ഗവൺമെന്റിന് ഒരു കാഴ്ചപ്പാട് വേണ്ടേ? ഇവിടുത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലെ ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ നൽകേണ്ടത് കേന്ദ്രമല്ല. നിങ്ങൾക്ക് പിന്നെ പണിയൊന്നുമില്ലേ? കേരള ഗവൺമെന്റിന് പിന്നെ എന്താ പണി? ആ അതാത് കാലത്തുള്ള നിയമനങ്ങൾ സുന്ദരമായിട്ട് നടപ്പാക്കുന്നുണ്ട്. കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണം കേന്ദ്ര ഗവൺമെന്റ് അല്ല. മറ്റൊന്ന് ടീച്ചറുടെ വാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മിർഷാദ് ഉണ്ട്, കൗൺസിലറാണ്. നമ്മുടെ നസീമയുണ്ട്. അവര് നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, തിരൂർ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഒരൊറ്റ കൗൺസിലറേ ഉള്ളൂ. എന്ത് പ്രശ്നത്തിനും ക്രിയാത്മകമായുള്ള ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല നിർമ്മല ടീച്ചറെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ചെയർപേഴ്സൺ പറയട്ടെ. ചെയർപേഴ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും ഇതും അറിയുന്നത് നിർമ്മല ടീച്ചർക്കാണ്. എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയർമാൻ. എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുന്ന കൗൺസിലറാണ് ഞാൻ. പറയാൻ പറ്റുമോ മിർഷാദെ? എന്റെ മുഖത്ത് നോക്കിയിട്ട് വലിയ മറ്റൊന്ന്, എന്റെ വാർഡിലെ വികസനങ്ങൾ, എന്റെ വാർഡിൽ വേണ്ട തൃക്കണ്ടിയൂർ വെസ്റ്റ് എന്ന് പറയുന്ന ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വേണ്ട എല്ലാ വികസന പദ്ധതികളും ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട, അല്ലാതെ 4 പ്രാവശ്യം എന്നെ ജയിപ്പിക്കില്ലല്ലോ ഒരു വാർഡ്. അതുകൊണ്ട് അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളല്ലല്ലോ മറ്റേ ആ വാർഡിലുള്ളത്. അതുകൊണ്ട് അവർക്ക് റോഡുകളുടെ കാര്യത്തിലായാലും അതും ഞാൻ പറഞ്ഞുതരാം. അതും അവിടെ ഞാനൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കൗൺസിലറാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന പദ്ധതികൾക്ക് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന പദ്ധതികൾക്ക് തിരസ്കരണം ഉണ്ടായിട്ടില്ല. അത് ഒരു വരെ മുനിസിപ്പൽ കൗൺസിലിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതും ഞാൻ പറയേണ്ടത്. റോഡിന്റെ വിഷയമാണ് ഉന്നയിച്ചത്. റോഡിന്റെ വിഷയം ഏത് റോഡിന്റെ? ടീച്ചറുടെ വാർഡിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ശോച്യാവസ്ഥയാണ് പറയുന്നത്. മറ്റേ ലളിതകലാ സമിതി അല്ലേ? ലളിതകലാ സമിതി റോഡല്ലേ? ലളിതകലാ സമിതി റോഡിന് 2 പ്രാവശ്യം ടെൻഡർ വിളിച്ചുല്ലോ. ടെൻഡർ എടുക്കാൻ ആളുണ്ടായിട്ടില്ല. പറയട്ടെ നസീമ. ടീച്ചർ മറുപടിയാണ്. സ്വാഭാവികമായിട്ടും ടീച്ചറോടുള്ള അടുത്ത ചോദ്യം നിർമ്മല ടീച്ചറോടാണ് ചോദ്യം. പെട്ടെന്ന് ചോദ്യം കേട്ടോ. ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ഈ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്തപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാന മേഖലയിൽ ഈ നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ള ആശാ വർക്കർമാരെ കഴിച്ചിട്ടുണ്ട്. ഈ ആശാ വർക്കർമാർക്ക് സത്യത്തിൽ ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആശാ വർക്കർമാർ ഈ സംവിധാനമൊക്കെ ഉണ്ടായത് UPA സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അത് വളരെ നല്ല രീതിയിൽ ഈ ഗവൺമെൻറ്റും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നതിനും അവർക്ക് വേണ്ട വിധത്തിൽ ഒരു ന്യായമായ ശമ്പളം കൊടുക്കുന്നതിനും സംസ്ഥാന സർക്കാരും തയ്യാറായില്ല, കേന്ദ്ര സർക്കാരും അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് ടീച്ചർക്ക് പറയാനുള്ളത്? കാരണം ചോദ്യം ക്ലിയർ ആണ്. ആശാ വർക്കർമാരുടെ സമരം കേരളം ശ്രദ്ധിച്ച ഒരു സമരമാണ്. അതുകൊണ്ടാണ് ചോദ്യം. ആശാ വർക്കർമാർക്ക് സമയബന്ധിതമായിട്ടുള്ള അവരുടെ ശമ്പളത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ടല്ലോ. അടുത്ത കാലത്ത് വർധനവ് വരുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ആശാ വർക്കർമാർ കൊല്ലത്തോളം സമരം ചെയ്യേണ്ടി വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാലത്തല്ല. കേന്ദ്ര ഗവൺമെന്റുകാരനല്ല, കേരള സർക്കാരിനെതിരായിട്ട് അവിടെ സമരം തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ കുറെ കാലം. കേന്ദ്രം എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ആശാവർക്കർമാരുടെ ശമ്പളത്തിലെ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും വരുത്തേണ്ട വർധനവുണ്ടായിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുടെ വേതനത്തിൽ അവർക്ക് വർധനവ് വരുത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു വർധനവ് വരുത്തിയിട്ടില്ല എന്ന്? ടീച്ചറോട് അടുത്ത ചോദ്യം ആർക്കുണ്ടോ? നിർമ്മല ടീച്ചറോട് ചോദ്യങ്ങളില്ലെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്.